ഡൽഹിയിലെ ചെങ്കോട്ടയിൽ സ്ഫോടനം എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. കാറിലാണ് സ്ഫോടനം ഉണ്ടായത്. ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. എന്താണ് സംഭവിച്ചതെന്നാണ് ഉറ്റുനോക്കുന്നത്. ഒരാൾ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ട് വരുന്നു. ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ഏറ്റവും അതീവ സുരക്ഷാ മേഖലയിലാണ് ഈ സ്ഫോടനം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. കാറിൽ സ്ഫോടനം ഉണ്ടായെന്നാണ്. ഏതെങ്കിലും വിധത്തിൽ ഒരു ആക്രമണ ശ്രമമാണോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ സാങ്കേതിക പ്രശ്നങ്ങളാണോ എന്നൊന്നും ഇപ്പോൾ വ്യക്തമായിട്ടില്ല. ഡൽഹിയിൽ സ്ഫോടനം നടന്നു. ചെങ്കോട്ടയിൽ കാറിൽ സ്ഫോടനം ഉണ്ടായിരിക്കുന്നു. ഒരു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഡൽഹിയിൽ സ്ഫോടനം എന്നത്. കാറിൽ സ്ഫോടനമുണ്ടായി, ഒരാളുടെ മരണം സംഭവിച്ചു എന്നതാണ് വിവരം. 4 കാറുകൾക്ക് തീ പിടിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നു. മെട്രോയുടെ 1-ാം നമ്പർ ഗേറ്റിന് സമീപമാണ് ഈ സ്ഫോടനം നടന്നത് എന്നാണ് അറിയുന്നത്. ബസന്ത് വിവരങ്ങൾ വേണ്ട. ബസന്ത്, എന്താണ് കിട്ടുന്ന സൂചന? എന്താണ് സംഭവിച്ചത്? റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷനിലെ 1-ാം നമ്പർ ഗേറ്റിന് സമീപമാണ് സംഭവം ഉണ്ടായത്. ബോംബ് സ്ഫോടനം ഉണ്ടായതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒരു കാറ് ബോംബ് സ്ഫോടനത്തിൽ തകർന്നിട്ടുണ്ട്. മറ്റ് 4 കാറുകൾക്കും സ്ഫോടനമുണ്ടായി, തീപിടിച്ച് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. വലിയ തോതിൽ ജനങ്ങൾ അവിടെ നിന്നും ഓടി മാറിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. ഇന്ന് രാവിലെയാണ് 300 കിലോഗ്രാം RDX ഫരീദാബാദിൽ നിന്നും പോലീസ് പിടികൂടി. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇത് ഭീകരപ്രവർത്തനം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഏതായാലും പോലീസ് ഇപ്പോൾ ഡൽഹി പോലീസ് പൂർണ്ണമായും ആ സ്ഥലം വളഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്നും ആൾക്കാരെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ തോതിലുള്ള പോലീസ് സന്നാഹം സ്ഥലത്ത് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 7 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഡൽഹി പോലീസ് പൂർണ്ണമായും സ്ഥലത്തുണ്ട്.